നിന്നുകൊണ്ട് തന്നെ വളരെ വേഗത്തിൽ നമ്മുടെ തീമിനോട് ബന്ധപ്പെട്ട് ചില ആശയങ്ങൾ പറഞ്ഞ് ദിവസം പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുകയാണ്. നമുക്ക് ലഭിക്കപ്പെട്ടിരിക്കുന്ന തീമെന്ന് പറയുന്നത് ക്രിസ്തു കേന്ദ്രീകൃത ജീവിതവും വ്യക്തി സ്വാതന്ത്ര്യവും എന്നുള്ളതാണ്. വളരെ പരിമിതമായ നിലയിലെ ആശയങ്ങൾ നിങ്ങളുടെ ഹൃദയങ്ങളിൽ പാകി ഞാൻ പ്രാർത്ഥിക്കാൻ കർത്താവിന് ആഗ്രഹിക്കുക. ഒരു 3-4 ടൈറ്റിലിൽ നിന്നുകൊണ്ടാണ് എൻ്റെ സന്ദേശത്തെ ഞാൻ നിങ്ങളുടെ മുമ്പിൽ പ്രസ്താവിക്കാൻ ആഗ്രഹിക്കുന്നത്. ഇതിൻ്റെ വളരെ കാലോചിതമായും കാലിക പ്രസക്തമായും നമ്മുടെ ഇടയിൽ ഉണ്ടാകാവുന്ന വലിയ ഒരു അപരിയത്തെ നിർത്തിക്കൊണ്ടാണ് ഒന്നാമത്തെ ടൈറ്റിലേക്ക് ഞാൻ കടന്നു വരുന്നത്. ക്രിസ്തു കേന്ദ്രീക ജീവിതവും വ്യക്തി സ്വാതന്ത്ര്യവും എന്ന വിഷയത്തിൻ്റെ അകത്തളത്തിലേക്ക് ഇറങ്ങുമ്പോൾ ഒന്നാമത് കടന്നു വരുന്ന ഒരു ചോദ്യമാണ്: ക്രിസ്തു കേന്ദ്രീകൃത ജീവിതം വ്യക്തി സ്വാതന്ത്ര്യത്തെ ഹനിക്കുന്നുവോ എന്നുള്ളൊരു ചോദ്യത്തിൻ്റെ അടിവാരത്തിൽ നിന്നുകൊണ്ട് ചില മുഖവുരകൾ പറഞ്ഞ് അതിൻ്റെ പ്രസക്ത ആശയങ്ങളിലേക്ക് വരികയാണ്. ക്രിസ്ത്യ ജീവിതം എന്ന് പറയുന്നത് പലപ്പോഴും നമ്മുടെ സ്വാതന്ത്ര്യത്തെ നഷ്ടപ്പെടുത്തുന്നു, നമ്മുടെ സ്വാതന്ത്ര്യത്തെ ഇല്ലാതാക്കുന്നു എന്നുള്ള ഒരു കാഴ്ചപ്പാടുകളും വീക്ഷണങ്ങളും ഒക്കെ നമ്മുടെ ഇടയിലുണ്ട്. ഒരിക്കലെടുത്ത് പ്രസംഗിക്കാൻ ചെന്നപ്പോൾ പ്രസംഗശേഷം ഒരു യൗവനക്കാരനിടയ്ക്ക് ഒന്ന് ചോദിച്ചു, പക്ഷേ സ്നാനപ്പെട്ട് കഴിഞ്ഞാൽ സിനിമ കാണാവോ? സ്തോത്രം പറഞ്ഞാൽ സ്തോത്രം. സ്നാനപ്പെട്ട് കഴിഞ്ഞാൽ സിനിമ കാണാമോ? അപ്പോൾ നമ്മുടെ ഇടയിൽ ചില ഉപരോധങ്ങളും വിലക്കുകളും ഒക്കെ നടന്നുകൊണ്ടിരുന്നൊരു കാലഘട്ടത്തെ പിന്തള്ളിയാണ് ഞാൻ നിങ്ങളിവിടെ നിൽക്കുന്നത്. ക്രിസ്തീയ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് വ്യക്തി സ്വാതന്ത്ര്യത്തെ ഹനിക്കുന്നു എന്ന് ചോദിക്കുമ്പോൾ, മനുഷ്യസൃഷ്ടിയുടെ ശ്രേഷ്ഠത പഠിക്കുമ്പോൾ സ്വതന്ത്രമായ ഇച്ഛാശക്തിയോടുകൂടെയാണ് ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത്. നന്മയും തിന്മയും നിന്റെ മുൻപിൽ വെച്ചിരിക്കുന്നു, ഇഷ്ടമുള്ളതിന് എന്ത് ചെയ്യാം? തിരഞ്ഞെടുക്കാം. ദൈവം പറഞ്ഞിരിക്കുന്ന പഴത്തെ തിന്നുകയോ തിന്നാതിരിക്കുകയോ ചെയ്യാം. അത് നമ്മുടെ സ്വതന്ത്രമായിരിക്കുന്ന ചിന്താഗതിയാണെന്ന് ആ ഒരു ഇഷ്ടത്തോടുകൂടെയും ആ ഒരു അനുവാദത്തോടുകൂടെയാണ് ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചിരിക്കുന്നത്. നാം എന്തിനെ തെരഞ്ഞെടുക്കുന്നു അതായിരിക്കും നമ്മുടെ നിത്യത തീരുമാനിക്കുന്നത്. അപ്പോൾ സ്വതന്ത്ര കാഴ്ചപ്പാടോടുകൂടെ ദൈവം മനുഷ്യനെ സൃഷ്ടിക്കപ്പെടും. അവൻ എന്തിനെ ആശ്രയിക്കുന്നോ, എന്തിനെ ആശ്രയിക്കുന്നോ, എന്തിനെ തിരഞ്ഞെടുക്കുന്നോ അതവന്റെ നിത്യതയെ തീരുമാനിക്കുമെന്ന് ഞാൻ നിങ്ങളും മറന്നു പോകരുത്. വ്യക്തി സ്വാതന്ത്ര്യത്തെ അനുവദിക്കുമ്പോൾ തന്നെ നമുക്കറിയാം, ബൈബിളിന്റെ ചരിത്രത്തിൽ പഠിക്കുമ്പോൾ വ്യക്തി സ്വാതന്ത്ര്യത്തെ നിരാകരിക്കുന്ന ഒരു മതത്തിന്റെ ഗതികേട് നമ്മൾ കാണുന്നുണ്ട്. അത് മറ്റൊരു മതമല്ല, ബൈബിളിന്റെ സംഭവങ്ങൾക്ക് സാക്ഷ്യം വഹിച്ച യഹൂദ മതമാണ്. പലപ്പോഴും യഹൂദ മതത്തിന്റെ അരങ്ങതയിരിക്കുന്ന അവരുടെ പുരാതനമായിരിക്കുന്ന ആചാരങ്ങൾ, അനുഷ്ഠാനങ്ങൾ, ദിവസ സംബന്ധമായ വിഷയങ്ങളൊക്കെ മനുഷ്യരാഹിത്യത്തെയും മനുഷ്യ ജീവിതത്തിന്റെ വ്യക്തി സ്വാതന്ത്ര്യത്തെ നശിപ്പിക്കുന്ന നിലയിലാണ് പ്രവർത്തിച്ചും അതുപോലെ തന്നെ ആ നിലവാരത്തിൽ മുന്നോട്ട് പോയിരിക്കുന്ന ഒരു കാലഘട്ടം നമ്മൾ പുതിയ നിയമത്തിന്റെ ചരിത്രത്തിൽ കാണുന്നുണ്ട്. ആട് കിണറ്റിൽ വീണാൽ രക്ഷിക്കാം, പക്ഷെ ആടിന്റെ രക്ഷയെ നിരാകരിക്കുന്ന നികൃഷ്ടമായിരിക്കുന്ന ഒരു മനുഷ്യരാഹിത്യം, മനുഷ്യത്വബോധമില്ലാത്ത കള്ളപ്പരീക്ഷന്മാരുടെ കാപട്യത്തിന്റെ മുഖംമൂടിയെ വലിച്ചെറിഞ്ഞുകൊണ്ട് യേശുവിന്റെ പ്രബോധനങ്ങളും യേശുവിന്റെ പ്രസംഗങ്ങളും അവന്റെ ആഹ്വാനങ്ങളും തർജ്ജനകളും ഒക്കെ മനുഷ്യത്വത്തിലും മാനവികതയിലും ഊന്നിയതായതുകൊണ്ട് ഞാൻ ഉറക്കെ വിളിച്ചു പറയുന്നു, ക്രിസ്ത്യകേന്ദ്രീകൃതമായ ജീവിതം എന്ന് പറയുന്നത് ഒരിക്കലും വ്യക്തി സ്വാതന്ത്ര്യത്തിന് തടസ്സമല്ല. വിശ്വസിക്കുന്ന ഒരു സ്വതന്ത്രം പറഞ്ഞാട്ടെ. നരക്കവളത്തിൽ മുങ്ങിയതോ സ്നാനപ്പെട്ടതോ കാതിലിംഗനത്തിൽ ഊരിയതോ ആരുടെ നിർബന്ധമല്ല. അതിന്റെ പിന്നിൽ എന്നിൽ വ്യാപരിച്ചതിന്റെ വെളിപ്പാടാണെന്ന് ഞാൻ പറഞ്ഞാൽ അതിന് ചേർന്ന് സ്തോത്രം പറയാൻ ആവശ്യമുള്ള ദൈവമക്കളുണ്ട്. അപ്പോൾ ആട് കിണറ്റി വീണാൽ രക്ഷിക്കും, പക്ഷെ ആട് കിണറ്റി വീണാൽ മണ്ണിട്ട് മൂടുന്ന ഒരു പ്രകൃതമാണ് പരീക്ഷണമുണ്ടായത്. ആ ഗതികേടിനെ, ആ ഒരു വാദഗതിയെ പൊളിച്ചെടുക്കപ്പെട്ട് യേശു പറഞ്ഞു, എന്റെ അജണ്ട, എന്റെ തത്വം എന്ന് പറയുന്നത് മാനവരക്ഷയാണ്. ബന്ധനത്തിന്റെ വക്താവായിട്ടല്ല ഞാൻ ഇവിടെ കടന്നു വന്നത്. പ്രാദേശിക പ്രവാചക വരണ്യനായിരിക്കുന്ന യെശയ്യാ പറഞ്ഞു, യേശു ക്രിസ്തുവിന്റെ അവതാരം എന്ന് പറയുന്നത് ബന്ധനത്തിന്റെ ഒരു അവസ്ഥയല്ല, ബദ്ധന്മാർക്ക് വിടുതലും കുരുടന്മാർക്ക് കാഴ്ചയും യഹോവയുടെ പ്രസാദവർഷം പ്രസംഗിക്കാനാണ് ഞാൻ ഈ ലോകത്തിലേക്ക് വന്നത്. ഇനി നമ്മുടെ ഇടയിലേക്ക് വരികയാണ്. നമ്മുടെ ഇടയിൽ വ്യക്തി സ്വാതന്ത്ര്യം നിഷേധിക്കപ്പെടുന്നുണ്ടോ എന്നൊരു ചോദ്യം വളരെ പ്രസക്തമാണ്. നമുക്കറിയാം, ഓണത്തിലാണ് പലപ്പോഴും ക്യാമ്പ് നടത്തപ്പെടുന്നത്. ഓണസദ്യ ഉണ്ടവരും ഉണ്ണാത്തവരും ഒക്കെ ഇതിനിടയിലുണ്ട്. ഓണസദ്യയുടെ ടേസ്റ്റ് എന്തെന്ന് അറിയാത്തവരുണ്ട്, ഊഞ്ഞാലാടാത്തവരുണ്ട്, വിരുന്ന് പോകാത്തവരുണ്ട്. ഇതൊക്കെ വളർന്നു വരുന്ന തലമുറ നടുവിൽ എന്ന ചോദ്യത്തിന് ഒരു വിഷയമുണ്ട്. ഇങ്ങനെയൊക്കെ കുറെ ബാലിശമായിട്ടുള്ള ഓണം ഉണ്ടെന്നല്ല ഞാൻ പറഞ്ഞു വരുന്നത്. നമ്മുടെ ഇടയിൽ വ്യാപരിച്ചു വരുന്ന ചില ഉപരോധങ്ങൾ, വ്യക്തി സ്വാതന്ത്ര്യത്തിനുള്ള ചില കടന്നുകയറ്റങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കണം. നമ്മുടെ ഇടയിൽ പറയുന്ന പല ഉപദേശങ്ങളും ബൈബിളികമല്ല, സ്ത്രീകന്മാർ പറഞ്ഞതല്ല, യേശു പറഞ്ഞതല്ല. ഇങ്ങനെ ഇതിനൊക്കെ തിരിച്ചു പഠിക്കുന്ന പുനരാലോചനയ്ക്ക് വേണ്ടി തിരുത്തപ്പെടാൻ തയ്യാറുള്ള ഒരു ജനറേഷൻ നമ്മുടെ നടുവിൽ വളർന്നു വരുമ്പോൾ ഒരു കാര്യം നമ്മൾ ചിന്തിക്കണം. ദൈവവചനത്തിനകത്ത് അടിത്തറയില്ലാത്ത ഒരു കാര്യവും നമുക്ക് ഒരിക്കലും പ്രസ്താവിക്കാനോ പഠിപ്പിക്കാനോ ഉപദേശിക്കാനോ
ഒരിക്കലും സാധ്യമല്ല. നമുക്കറിയാം, മരുന്നെടുക്കരുതെന്ന് പഠിപ്പിച്ച ഒരു വലിയ പിതാക്കന്മാരും മരിച്ചു മണ്ണറഞ്ഞ മണ്ണിലാണ് നാം ജീവിക്കുന്നത്. മരുന്നെടുക്കുന്നവന് തിരുവത്താഴം കൊടുക്കാത്ത, ചുരിദാറിടുന്നവന് തിരുവത്താഴം കൊടുക്കാത്ത, അവൻ മരുന്ന് കഴിക്കുന്നവന് തിരുവത്താഴത്തിൽ പങ്കെടുപ്പിക്കാത്ത ഒത്തിരി ഭക്തന്മാർ ജീവിച്ചു മണ്ണറഞ്ഞൊരു മണ്ണാണ്. പക്ഷെ ഇതിന്റെ ഗതികൾ മനസ്സിലാക്കണം. മരുന്നെടുക്കുന്ന പറയുന്ന പാസ്റ്റർ ആശുപത്രികളാണ് മരിച്ചത്. സ്വന്തം ചുരിദാറിടുന്നവർക്ക് തിരുവത്താഴം കൊടുക്കരുതെന്ന് പറയുന്ന പിതാക്കന്മാരുടെ തലമുറയ്ക്ക് വിടുന്ന വസ്ത്രത്തിന്റെ വികൃത മനോഭാവങ്ങൾ വളരെ മ്ലേച്ഛകരമാണ്. പക്ഷെ തിരിച്ചറിയണം, ദൈവവചനത്തിൽ അടിത്തറയില്ലാത്ത പല കാര്യങ്ങളും നമ്മുടെ ഇടയിൽ വ്യാപിക്കുന്നുണ്ട്. പണ്ട് നമ്മുടെ ഇടയിലെല്ലാം ഹൈന്ദവ വിഭാഗങ്ങൾക്കകത്ത് ഈ ഹോമങ്ങൾ വീടുകൾ നടത്തുമായിരുന്നു. ഈ ഹോമം നടത്തുമ്പോൾ ആ വീട്ടിനകത്ത് ഈ ഹോമ ക്രിയ നടത്തുമ്പോൾ അതിന് വിഘ്നം വരാതിരിക്കാൻ ആ വീട്ടിൽ പൂച്ച ഉണ്ടെങ്കിൽ കിടന്ന കാർമികൻ ആദ്യമേ പറയാം, പൂച്ച കുറിച്ച് കൊട്ടക്കടി അടച്ചിടണമെന്ന് പറയും. കാലഘട്ടം കഴിഞ്ഞപ്പോൾ അതിന് ഉപദേശമാക്കി ഇങ്ങനെ ഹോമം നടക്കുന്ന വീട്ടിൽ പൂച്ചയുടെ ആവശ്യം വന്നു. സത്യത്തിൽ സംഭവിച്ചതെന്താണെന്ന് അറിയണ്ടേ? ഹോമത്തിന് വിഘ്നം വരുത്താൻ പൂച്ച ആ നിലവിളക്കിന്റെയോ അവിടെ വെച്ചിരിക്കുന്ന ആചാര സംബന്ധമായ വിഷയങ്ങളിലോ ഇടപെട്ട് അതിനെ താറുമാറാക്കാതിരിക്കാൻ വേണ്ടിയാണ് പൂച്ചയെ പിടിച്ച് കൊട്ടയ്ക്കകത്ത് അടയ്ക്കണമെന്ന് പറഞ്ഞത്. കാലഘട്ടം കഴിഞ്ഞപ്പോൾ അതിനൊരു ഉപദേശ വിഷയം അവർ ഉണ്ടാക്കിയെടുത്തു. ഇങ്ങനെയുള്ള പൂച്ചയ്ക്ക് നടക്കാം. അപ്പോൾ ആൾക്കാരെ പൂച്ചയുണ്ടോ എന്തിനാ? ഞങ്ങളുടെ വീട്ടിൽ ഹോമമുണ്ട്, കൊട്ടക്കടിയിൽ അടച്ചിലാണ്. പക്ഷെ സംഭവം ഇവിടെ കിടക്കുന്നു വികൃതമായ നിലയിൽ ആ ഒരു അന്വേഷിക്കുന്നതായിരിക്കാനാണ്. പണ്ടൊക്കെ അവിടെയൊക്കെ ആയിട്ടൊരു ആശയമാണ്. ഒരു അരങ്ങിനകത്ത് വാചാലമായി ഒരു കവിത അവതരിപ്പിക്കുകയാണ്. വാചാലമാണ്, അർത്ഥസമ്പുഷ്ടമാണ്. കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ആ ആസ്വാദനം വർദ്ധിച്ചപ്പോൾ അദ്ദേഹം ആ കവിതയുടെ ഓരോ ഈടികളെ ഞങ്ങൾ വർണ്ണിച്ചു കൊടുത്തിട്ട് പറഞ്ഞു, കവി ഇങ്ങനെ ഉദ്ദേശിച്ചു. അപ്പൊ ഓഡിയൻസിന്റെ ഇടയിൽ ഒരു പുള്ളി പറഞ്ഞു, കവി അങ്ങനെ ഉദ്ദേശിച്ചിട്ടില്ല. അപ്പൊ ഇത് കവി അങ്ങനെ ഉദ്ദേശിക്കണോ? ഇങ്ങനെ പറഞ്ഞു, കവി അങ്ങനെ ഉദ്ദേശിച്ചിട്ടില്ല. ഒച്ചപ്പാടായി ബഹളമായപ്പോൾ ആ ഓഡിയൻസിന്റെ എന്ന് പറഞ്ഞിടോ, ആ കവിത എഴുതി ഞാനാ. ഒരു സ്വന്തം പറഞ്ഞാട്ടെ, ഇന്ന് നമ്മുടെ പ്രസംഗത്തിലും നമ്മുടെ സഭായോഗത്തിലും പത്രോസും പൗലോസും യോഹന്നാനും ഒക്കെ ഉണ്ടെങ്കിൽ അവർ പണ്ടേ പെറ്റീഷൻ കൊടുത്തേരും. കാരണം പല പ്രസംഗങ്ങളും അവർ പറഞ്ഞതല്ല, പല ഉപദേശങ്ങളും അവർ പറഞ്ഞതല്ല. അങ്ങനെ വരുമ്പോൾ ഇവിടെ ഒരു നിരീക്ഷണമുണ്ട്. ഇവിടെ നമ്മുടെ ദൈവശാസ്ത്രത്തെ ഫലങ്ങളും നമ്മുടെ പല ഉപദേശങ്ങളെ അടിച്ചു പിടിക്കുന്ന കാലത്ത് അതിക്രമിച്ചിരിക്കുക. നമ്മുടെ വ്യക്തി സ്വാതന്ത്ര്യത്തെ കളിക്കുന്നത് ദൈവനീതിക്ക് നിരക്കാത്തതും വചനം പഠിപ്പിക്കാത്തതുമാണെങ്കിൽ അതിനെ കാശിക്കേറിയാനുള്ള തന്റെ ഇടം നമുക്ക് ഉണ്ടാകണം. ക്രിസ്തു കേന്ദ്രീകൃത ജീവിതം എന്ന് പറയുന്നത് വ്യക്തി സ്വാതന്ത്ര്യത്തിന് തടസ്സമല്ല. എത്ര പേർക്ക് അച്ഛൻ്റെ മനസ്സിലാകുന്നുണ്ട്? കാലഘട്ടത്തിന്റെ കതിരവനായ കർത്താവ് ഒരിക്കൽ വിളിച്ചു പറഞ്ഞ ശക്തമായ ഒരു ദൂതുണ്ട്. അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായുള്ളവരെ, നിങ്ങൾ എന്നെ എടുക്കൽ വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം. ഈ ഉള്ളവൻ എന്റെ പാപത്തിന്റെ വിടുപ്പ് പാഠവുമായിട്ട് ഓടിച്ചെന്നു. ഞാൻ ചോദിച്ചു, എന്റെ വിടുപ്പ് പാഠം എടുത്ത് മാറ്റിയോ? യേശു പറഞ്ഞു മാറ്റി. ഞാൻ ചോദിച്ചു, പൊക്കോട്ടെ, പോകാൻ വരട്ടെ, എന്നെ ചെയ്യുന്ന പരിപാടി. നിന്നെ ഞാൻ ദുഃഖത്തിന്റെ കീഴിൽ നിന്ന് പുറത്താക്കുന്ന കാര്യം സത്യമാണ്. നിന്റെ പാപത്തിന്റെ വിടുപ്പ് പാഠം എടുത്തു മാറ്റുന്നത് സത്യമാണ്. പക്ഷെ ഈ സ്വാതന്ത്ര്യം കുഞ്ഞെ ദുഃഖത്തിന്റെ കീഴിലുള്ള സ്വാതന്ത്ര്യമാണ് എന്ന് പറഞ്ഞാൽ എന്നും ചെയ്യാനും എന്നും പറയാനും എന്നും കാണാനുമുള്ള സ്വാതന്ത്ര്യമല്ല ദൈവം നമുക്ക് നൽകിയിരിക്കുന്നത്. ചെയ്യാൻ പാടില്ലാത്തത് ചെയ്യാതിരിക്കാനും ചെയ്യേണ്ടത് ചെയ്യാനുമുള്ള ഒരു സ്വാതന്ത്ര്യമാണ് ദൈവം നമുക്ക് നൽകിയിരിക്കുന്നത്. അതുകൊണ്ട് ഇന്ന് യൂത്തിന്റെ ഈ പ്രാരംഭ രാത്രിയിൽ ആവേശമകത്തളത്തിൽ അളവട്ടുന്ന സകല യുവാക്കന്മാരോട് ഒരു ചലഞ്ചായിട്ട് ഞാൻ പറയുന്നു, നമ്മൾ സ്വീകരിച്ച ഉപദേശം വ്യക്തി സ്വാതന്ത്ര്യത്തിന് കടന്നുകയറ്റമല്ല. എന്റെ ദൈവം എന്നെ ഏൽപ്പിച്ച ദൂതം അതൊരിക്കലും ഭാരമല്ല. എന്റെ നിത്യതയെ തടയുന്നതിന് വിരുദ്ധമാണ്. ഉയർന്നുവന്ന സകലത്തിന്റെ പേരും എനിക്കൊരു ജയം ആവശ്യമാണെന്ന് അനന്തത്തിൽ തീരുമാനമുള്ള സകല യുവജനങ്ങൾ കരമടിച്ച് ആത്മാവിനെ സ്വന്തം ചിന്തയിൽ മുന്നോട്ട് കൊണ്ടുപോയി അവസാനിപ്പിക്കാം. ശ്രദ്ധിക്കൂ, ക്രിസ്തു കേന്ദ്രീകൃത ജീവിതത്തിന് ഒരാരംഭമുണ്ട്. ക്രിസ്തു കേന്ദ്രീകൃത ജീവിതത്തിന് ഒരു പദവിയുണ്ട്. ക്രിസ്തു കേന്ദ്രീകൃത ജീവിതത്തിന് ഒരു പ്രായോഗികതയുണ്ട്. ക്രിസ്തു കേന്ദ്രീകൃത ജീവിതത്തിന് ഒരു സമാപനമുണ്ട്. മണിക്കൂറുകൾ ചിന്തിക്കേണ്ട വിഷയമാണ്. കഴിഞ്ഞ രാത്രി 2 മണി വരെ ഉണ്ടാക്കിയ ഒരു പ്രസംഗമാണ്. നിങ്ങൾ ഉറങ്ങുന്നതിനേക്കാൾ ഞാൻ ഉറങ്ങേണ്ടതാണ്. ഒരു സഹോദരൻ പറഞ്ഞു, സഹോദരം ശ്രദ്ധിച്ചു കേൾക്കണം. ക്രിസ്തു കേന്ദ്രീകൃത ജീവിതത്തിന് ഒരാരംഭമുണ്ട്. ശ്രദ്ധിക്കണം, ക്രിസ്തു കേന്ദ്രീകൃത ജീവിതത്തിന്റെ ആരംഭം എങ്ങനെയാണ്? യോഹന്നാൻ 1:12 വായിക്കുന്നു, അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ അവൻ അധികാരം കൊടുത്തു. ശ്രദ്ധിച്ചു കേൾക്കണം. 100 വാക്യം വള്ളിപുള്ളി വിസർഗം പുസ്തപ്പ് അവൻ ഇല്ലാതെയും ഉണ്ടാതെയും ഒക്കെ വള്ളിപുള്ളി തടവില്ലാതെ വാചാലമായി പറഞ്ഞാലും നമ്മൾ ക്രിസ്തു കേന്ദ്രീകൃത ജീവിതത്തിലുള്ളവരാകണമെന്നില്ല. ശ്രദ്ധിക്കണം, വാക്യ മത്സരത്തിലോ പ്രസംഗ മത്സരത്തിലോ കവിതാ മത്സരത്തിലോ സെക്കൻഡ് പ്രൈസോ ഫസ്റ്റ് പ്രൈസോ മേടിച്ചാലും ക്രിസ്തു കേന്ദ്രീകൃത ജീവിതത്തിലേക്ക് വരണമെങ്കിൽ പ്രാരംഭ ദിശയിൽ നമ്മൾ സ്വയം കേന്ദ്രീകരണത്തിൽ നിന്ന് ക്രിസ്തു കേന്ദ്രീകൃതത്തിലേക്ക് വരണം. അപ്പോൾ ക്രിസ്തു കേന്ദ്രീകൃത ജീവിതം ആരംഭമുണ്ട്. അത് ആരംഭിക്കുന്നത് സ്വയം കേന്ദ്രീകൃത മേഖലകൾ പൊളിച്ച് ക്രിസ്തു കേന്ദ്രീകൃതമായ അവസ്ഥയിലേക്ക് നമ്മൾ ചുവട് വയ്ക്കുമ്പോഴാണ് നമ്മൾ ക്രിസ്തു കേന്ദ്രീകൃത ജീവിതം ആരംഭിക്കുന്നത്.
കൈപൊക്കി പറയാൻ എത്ര പേരുണ്ട് ഞാൻ ക്രിസ്തു കേന്ദ്രീകൃത ജീവിതം ആരംഭിച്ചു കഴിഞ്ഞെന്ന്? നിങ്ങളുടെ കരങ്ങളെ ദൈവം കാണുകയാണ്. തന്റെ ഇടത്തോട് പറ, അഭിമാനത്തോട് പറ, വിശ്വാസത്തോട് പറ. നാളുകൾക്ക് മുൻപ് 2000-ലോ 2001-ലോ 90-ലോ അല്ലെങ്കിൽ 80-ലോ എന്റെ ജീവിതത്തിൽ എന്റെ കർത്താവ് കടന്നു വന്നു. അന്ന് ഞാൻ എന്റെ ക്രിസ്തു കേന്ദ്രീകൃത ജീവിതം ആരംഭിച്ചു. അപ്പൊ ക്രിസ്തു കേന്ദ്രീകൃത ജീവിതം ആരംഭിക്കുമ്പോൾ രണ്ടു കാര്യം സംഭവിക്കുന്നു. എന്താ രണ്ട് കാര്യം? പൗലോസ് പറഞ്ഞു, ഒരു ക്രിസ്തുവിനായാൽ അവൻ പുതിയ സൃഷ്ടിയത്രേ. യോഹന്നാൻ 15:4 യേശു പറഞ്ഞു, എന്നിൽ വസിപ്പിക്കുന്ന ഞാൻ നിങ്ങളിൽ വസിക്കാം. അപ്പൊ ക്രിസ്തു കേന്ദ്രീകൃത ജീവിതം ആരംഭിക്കുമ്പോൾ രണ്ട് കാര്യം സംഭവിക്കുന്നു. ഒന്ന്, നാം ക്രിസ്തുവിലാകുന്നു, ക്രിസ്തു നമ്മളിലാകുന്നു. ഒരു സ്വതന്ത്രം പറഞ്ഞാട്ടെ. ഒന്ന്, ക്രിസ്തു നമ്മളിലാകുന്നു, നമ്മൾ ക്രിസ്തുവിലാകുന്നു. ഒരു ഗ്ലാസ് വെള്ളം ഒരു ടേബിളിൽ ഇരിക്കുന്നു. ഒരിക്കലും ആ വെള്ളത്തിന് അവകാശപ്പെടാൻ പറ്റില്ല, ഞാൻ ഈ ഗ്ലാസിനെ അതിജീവിക്കുന്നു, ഞാൻ ഈ ഗ്ലാസിനെ അതിക്രമിച്ചിരിക്കുന്നു. പക്ഷേ ആ ഗ്ലാസും ആ വെള്ളം കൂടെ ഒരു ബക്കറ്റിനകത്ത് ഇറക്കി വെച്ചാൽ ആ ബക്കറ്റ് നിറച്ച് വെള്ളം കൊണ്ട് മൂടിയാൽ ആ വെള്ളത്തിന് പറയാം, ഈ ഗ്ലാസിന് ഞാൻ അധീനനാ. ക്രിസ്തു കേന്ദ്രീകൃത ജീവിതമാണ് പറയുന്നത് ഇതാണ് എന്നാണ്. ഒന്ന്, നാം ക്രിസ്തുവിൽ, രണ്ട്, ക്രിസ്തു നമ്മിൽ. ഉറപ്പുള്ളവർ സ്വന്തം പറയട്ടെ. ഞാൻ ഭാഗപ്പെടുകയും സ്വയകേന്ദ്രീകരണത്തിൽ നിന്ന് ക്രിസ്തു കേന്ദ്രീകൃത ജീവിതത്തിലേക്ക് വഴിമാറുന്നതാണ് ക്രിസ്തു കേന്ദ്രീകൃത ജീവിതത്തിന്റെ ആരംഭം എന്ന് പറയുന്നത്. ഇനി എന്താണ് ക്രിസ്തു കേന്ദ്രീകൃത ജീവിതത്തിന്റെ പദവികൾ? അറിയണം. ക്രിസ്തു കേന്ദ്രീകൃത ജീവിതം ഒന്നാമത് നമുക്ക് തരുന്ന പദവി എന്ന് പറയുന്നത് നമുക്കൊരു പുത്രത്വം നൽകി. ഒരു സ്വന്തം പറഞ്ഞാട്ടെ. ഇസ്രായേലിന്റെ തറവാടിൽ കുടിയിരുന്ന, ഇസ്രായേലിന്റെ പശ്ചാത്തലത്തിൽ കുടിയിരുന്ന പുത്രത്വം എന്ന ശ്രേഷ്ഠമായ തസ്തിക താഴ്വട്ടത്തിന്റെ കതിരവനായ ക്രിസ്തു താഴ്വര വെച്ച് മരിക്കപ്പെട്ടപ്പോൾ യഹൂദന് മാത്രം എന്ന പുത്രത്വം കൃപയാൽ നമ്മുടെ മേൽ നൽകിക്കൊണ്ട് അബ്ബാ പിതാവേ എന്ന് വിളിക്കാനുള്ള തന്റെ ഇടത്തിലേക്ക് നമ്മെ കൊണ്ടുവന്ന ദൈവത്തിന്റെ കൃപയ്ക്കായി കരമുയർത്തൽ സ്വന്തമറ. ഈ പ്രിയപ്പെട്ടവർക്ക് അഭിമാനമുണ്ട്. എന്റെ കർത്താവിനെ ഞാൻ സ്വീകരിച്ചത്, ഞാൻ ക്രിസ്തു കേന്ദ്രീകൃതമായി ജീവിക്കുന്നത് എന്റെ പരാജയമല്ല. ഞാൻ അബ്ബാ പിതാവേ എന്ന് വിളിക്കുന്ന പുത്രത്വത്തിന്റെ ആത്മാവിന് അവൻ അധീനനാണ്. ശ്രദ്ധിക്കൂ, എനിക്കൊരു സന്താനത്തെ ദൈവം തന്നിട്ടുണ്ട്. നമുക്ക് ഒരു ദിവസം എന്റെ വീടിന്റെ പടിവാതിൽക്കൽ ഒരു ഭിക്ഷക്കാരൻ വന്നിരിക്കുന്നു. ഭിക്ഷക്കാരൻ പറഞ്ഞു, എനിക്ക് വല്ലതും തരണം. ഞാൻ പറഞ്ഞു, എന്റെ ഷർട്ട് അവിടെ ഊരിയിട്ടുണ്ട്, അതിനകത്ത് പോയി 50 രൂപ പറയോ? ഒരിക്കലും പറയത്തില്ല. പക്ഷെ എന്റെ കൊച്ചു വന്ന് പപ്പ 50 രൂപ തരണമെന്ന് പറഞ്ഞാൽ ഞാൻ ഒരു ഷർട്ട് അവിടെ ഇട്ടുകൊണ്ട് പോയി എടുത്തു. ഇതാണ് പുത്രത്വം പ്രാപിച്ചവന്റെ അവകാശം. ഈ ക്യാമ്പ് വിട്ട് പോകുമ്പോൾ നീ ശൂന്യനായിട്ടല്ല, നീ നിരാശനായിട്ടല്ല. യൗവനകാലങ്ങളിൽ സംഭവിച്ചു പോയ ചതിയോ വഞ്ചനയോ ഭീഷണിയോ ഏതൊക്കെയാകട്ടെ, ഈ രാത്രി തന്റെ ഇടത്തോട് പറ. ആരൊക്കെ കൈവിട്ടാലും ആരൊക്കെ ഉപേക്ഷിച്ചാലും അപ്പ എന്ന് വിളിക്കാൻ, അപ്പ പിതാവ് എന്ന് വിളിക്കാൻ പുത്രത്വത്തിന്റെ ആത്മാവിനെ എന്റെ ഹൃദയങ്ങളിൽ പകർന്ന ഒരു സ്നേഹസമ്പന്നനായ അപ്പൻ എനിക്ക് സ്വർഗത്തിലുണ്ട്. ആവേശമുള്ളവൻ കരമണിച്ച് ആത്മാവിധേയത്തെ സ്തുതിക്കട്ടെ. ആ പുത്രത്വത്തിന്റെ അഭിഷേകം, ആ പുത്രത്വത്തിന്റെ ശക്തി ഈ രാത്രിയിലകത്ത് വെളിപ്പെടട്ടെ. ഒന്ന്, പുത്രത്വം നമുക്ക് നൽകിയ പദവി എന്ന് പറയുന്നത്, ക്രിസ്തു കേന്ദ്രീകൃത ജീവിതം നമുക്ക് നൽകിയ പദവി എന്ന് പറയുന്നത് നമുക്കൊരു പുത്രത്വം ദൈവം നൽകി. രണ്ടാമത്തെ പദവി നമ്മെ രാജാക്കന്മാരും പുരോഹിതന്മാരുമാക്കി. ഞാൻ പറയുന്നു, ഇവിടെ ഇരിക്കുന്നവരാരും നിസ്സാരക്കാരല്ല. ഞാൻ പറയുന്നു, ഇവിടെ ഇരിക്കുന്നവരാരും സാധാരണക്കാരല്ല. ഈ ലക്ഷം വീട് കോളേജിലായിരിക്കും ജനിച്ചത്. ഒരുപക്ഷെ ലക്ഷം പ്രഭുവാകാം, അടിച്ചമർത്തപ്പെട്ടവനോ പാർശ്വവൽക്കരിക്കപ്പെട്ടവനോ ആകാം. പക്ഷെ കൃപയ്ക്കകത്ത് നിൽക്കുന്നവൻ അറിയണം, നിന്റെ മേൽ വ്യാപരിക്കുന്ന അഭിഷേകം യാചനയുടെ അഭിഷേകമല്ല. നിന്റെ മേൽ വ്യാപരിക്കുന്നത് എതിരേടിന്റെ അഭിഷേകമല്ല. നിന്റെ മേൽ വ്യാപരിക്കുന്ന ശാപത്തിന്റെ അഭിഷേകമല്ല. തന്റെ ഇടത്തോട് വിളിച്ചു പറ, എന്നെ രാജാവാക്കിയ, എന്നെ പുരോഹിതനാക്കി മാറ്റിയ ഒരു ദൈവത്തിന്റെ അഭിഷേകത്തിന് ഈ രാത്രി ദൈവത്തെ സ്തുതിക്കുകയാണ്. ശ്രദ്ധിക്കൂ, ക്രിസ്തു കേന്ദ്രീകൃത നമുക്ക് നൽകിയ പദവി എന്ന് പറയുന്നത് രണ്ട് പദവികൾ ഞാൻ പറഞ്ഞു. ഇനി ശ്രദ്ധിക്കണം, ക്രിസ്തു കേന്ദ്രീകൃത ജീവിതം രണ്ട്. മൂന്നാമത്തെ കാര്യം, ചെറിയ പ്രായോഗികതകൾ നമ്മൾ ഇന്ന് ആഗ്രഹിക്കുന്നു. നിശ്ചലമല്ല ക്രിസ്ത്യ ജീവിതം, സ്തംഭനമല്ല ക്രിസ്ത്യ ജീവിതം. ക്രിസ്ത്യ ജീവിതം എന്ന് പറയുന്നത് സജീവത്വമുള്ളതാണ്, ജീവൻ തുടിക്കുന്നതാണ്. അപ്പോൾ ഉണങ്ങിയ ആരാധനയല്ല, ഉണങ്ങിയ പ്രാർത്ഥനയല്ല, യൗവനയുക്തമായിരിക്കുന്ന അനുഭവങ്ങൾ, വിപ്ലവീര്യങ്ങൾ ഉയർക്കൊള്ളാൻ പറ്റുന്ന വികാരത്തിന് ദർശിപ്പുള്ള ഈ യൗവനരക്തം കർത്താവിന് വേണ്ടി വലിച്ചെറിയുമ്പോൾ തന്റെ അടുത്ത് വിളിച്ചു പറയണം, ഈ ക്രിസ്തു കേന്ദ്രീകൃത ജീവിതം എനിക്കൊരിക്കലും നഷ്ടമല്ല. എന്റെ ജീവിതത്തിൽ എന്റെ കർത്താവിന്റെ പ്രായോഗികതകൾ ആവശ്യപ്പെടുന്നു. ചില 2 മണിക്കൂർ പ്രസംഗിച്ചിട്ട് ഞാനിപ്പോൾ ഈ പ്രസംഗം നടത്തുന്നത്. അവിടെ നടന്നൊരു വലിയ പരസ്യോഗം. എന്റെ ആവേശം അണകൂട്ടി ചെറുപ്പക്കാരൻ തടിയും തണ്ടും ചോര നീരുമുള്ളവർ കവല നിൽക്കുക. അവരുടെ നിന്ന് പ്രസംഗിക്കുമ്പോൾ അങ്ങനെ നിർത്തിയിട്ട് പോരാൻ പറ്റുമോ? ആവേശം അണക്കെട്ട് പോലെ പൊട്ടിപ്പോയി. ഞാൻ പറയുന്നത്, ക്രിസ്തീയ കേന്ദ്രീകൃത ജീവിതം ഒരു പ്രായോഗികത ആവശ്യപ്പെടുന്നു. എന്താ പ്രായോഗികത? ഒന്നാമത്തെ പ്രായോഗികത എന്ന് പറയുന്നത് ക്രിസ്തീയ ജീവിതം, ക്രിസ്തു കേന്ദ്രീകൃത ജീവിതം നമ്മുടെ വളർച്ച ആഗ്രഹിക്കുന്നു. സ്വത്രം പൗത്രോസ് പറഞ്ഞു, ഹല്ലേലൂയ,
ഇപ്പോൾ ജനിച്ച ശിശുക്കളെ പോലെ രക്ഷയ്ക്കായി വളരുവാൻ വചനമെന്ന മായമില്ലാത്ത പാൽ കുടിപ്പാൻ വാഞ്ചിപ്പിൽ ക്രിസ്തു കേന്ദ്രീകൃത ജീവിതം ഒരു വളർച്ച ആഗ്രഹിക്കുന്നു. ഞാൻ ചോദിക്കട്ടെ, ഇറങ്ങിത്തിരിച്ച് അന്യഭാഷകളാണോ 2022 ആരാധിക്കുന്നത്? അന്ന് ആരാധിച്ച ആരാധന ശൈലിയാണോ 2022? അന്ന് പ്രസംഗിച്ച പ്രസംഗത്തിന്റെ ശൈലിയാണോ 2022? അന്ന് ആരാധിച്ച മഹത്വമാണോ ഈ 2022 തെറ്റുപറ്റിപ്പോയി? ഇന്ന് രാത്രി തങ്ങളുടെ പറയണം, ക്രിസ്തു കേന്ദ്രീകൃത ജീവിതം എനിക്കൊരു വളർച്ച ആവശ്യപ്പെടുന്നു. രണ്ടാമത് ക്രിസ്തു കേന്ദ്രീകൃത ജീവിതം ആവശ്യപ്പെടുന്ന രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, ക്രിസ്തു കേന്ദ്രീകൃത ജീവിതം ഒരു ഫലം ആവശ്യപ്പെടുന്നു. യേശു പറഞ്ഞു, എന്നിൽ വസിച്ചാൽ നിങ്ങൾ ഫലം കായ്ക്കും. മൂന്നാമത്തെ ക്രിസ്തു കേന്ദ്രീകൃത ജീവിതം ആവശ്യപ്പെടുന്നത് ഒരു സാക്ഷ്യമാണ്. പൗലോസ് പറഞ്ഞു, യേശു പറഞ്ഞു, എന്നാൽ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരും, നിങ്ങൾക്ക് ശക്തി ലഭിക്കും, യെരൂശലേമിലും യഹൂദയിലും ശമര്യയിലും ഭൂമിയുടെ അറ്റത്തോളം എന്ന സാക്ഷിയാണ്. ഇവിടെ 4 വാക്യം കൂട്ടി പറഞ്ഞ് ഫസ്റ്റ് മേടിക്കുന്നത് ഏറ്റവുമല്ല. പക്ഷെ നമ്മളെ കാത്തിരിക്കുന്നതിന്റെ പ്ലാറ്റ്ഫോമുകളുണ്ട്, നമുക്ക് വേണ്ടി ദൈവം ഒരുക്കി വെച്ചിരിക്കുന്ന വേദികളുണ്ട്. ക്രിസ്തു കേന്ദ്രീകൃത ജീവിതം നമുക്ക് മാത്രം അനുഭവിച്ചുകൊണ്ട് കാലം തീർക്കുന്ന ഇടപാടല്ല. ക്രിസ്തു കേന്ദ്രീകൃത ജീവിതം ഒരു സ്വതന്ത്രം പ്രായോഗികത ആവശ്യപ്പെടുന്നു. സമാപനം പറഞ്ഞ് അവസാനിപ്പിക്കുക. ക്രിസ്തു കേന്ദ്രീകൃത ജീവിതം ഒരു സമാപനം ആവശ്യപ്പെടുന്നു. തുടക്കം നല്ലത്, ഒടുക്കം മോശമായിട്ടല്ല. കാലഘട്ടത്തിൽ അനുഗ്രഹീതനായ പ്രേക്ഷിതാകാരൻ ദൈവശാസ്ത്രത്തിന്റെ തലതൊട്ടപ്പൻ ആ മനുഷ്യൻ മരണത്തെടുത്ത് കണ്ടപ്പോൾ പറഞ്ഞ വാക്ക് ഏത് ക്രൈസ്തവനെ പുറകെ കൊള്ളിക്കുന്ന ഒരു പരാമർശമാണ്. അദ്ദേഹം പറഞ്ഞു, ഞാൻ നല്ല പോർപ്പൊഴുതു, ഓട്ടം തികച്ചു, വിശ്വാസം കാത്തു, നീതിയുടെ കിരീടം എനിക്കായി വച്ചിരിക്കുന്നു. അനന്തരമായി ക്രിസ്തു കേന്ദ്രീകൃത ജീവിതം ആരംഭിച്ചവരും ക്രിസ്തു കേന്ദ്രീകൃത ജീവിതത്തിൽ ഒരു അവസാനമുണ്ട്. യേശുവിനെ സ്വീകരിച്ചെങ്കിൽ മരണത്തിലും യേശുവായിരിക്കണം ആരാധ്യൻ. കാലഘട്ടത്തിന്റെ ഗതികേടുകളും കാലഘട്ടത്തിന്റെ പ്രലോഭനങ്ങളും വരുമ്പോൾ, തക്ക കല്യാണം നടക്കാതെ വരുമ്പോൾ, തക്കതായിരിക്കുന്ന ഉദ്ദിഷ്ടങ്ങൾ നടക്കാതെ വരുമ്പോൾ, വഴിവിടച്ചു പോയി ഉപദേശത്തെ വലിച്ചെറിഞ്ഞിട്ട് പോകുന്ന ഇടപാടല്ല. കല്യാണം നടന്നില്ലെങ്കിലും വേണ്ട, കർത്താവിനെ പിന്നെ ഒരു ബന്ധമില്ലെന്ന് പറയാൻ അടക്കടക്ക് തീരുമാനമുള്ളവർക്കായി ദൈവത്തെ സ്തുതിക്കുന്നു. തിരിച്ചറിയുന്ന യൂത്തിന്റെ മീറ്റിംഗിന് ഒളിച്ചോടിയുള്ള ചരിത്രം നമ്മുടെ പെന്തക്കോസ്ത് ലോകത്തിനുണ്ട്. കഞ്ചാവ് വിൽക്കുന്ന യൂത്തിന്റെ ചരിത്രം നമ്മുടെ പെന്തക്കോസ്തിനുണ്ട്. അങ്ങനെ ഒരു ഗതികൾ പേരേര് വരാതിരിക്കാൻ ക്രിസ്തു കേന്ദ്രീകൃത ജീവിതമല്ല ഈ പ്രമേയത്തിന്റെ അടിവാരത്തിൽ നിന്നുകൊണ്ട് ഞാൻ വിളിച്ചു പറഞ്ഞു, തുടക്കം ക്രിസ്തുവിലാണെങ്കിൽ ഒടുക്കം ക്രിസ്തുവിനുമായിരിക്കട്ടെ. തുടങ്ങിയത് ക്രിസ്തുവിലാണെങ്കിൽ നിന്റെ അവസാനം ക്രിസ്തുവിലായിരിക്കട്ടെ. അങ്ങനെ ഒടുങ്ങുന്നവരെ കണ്ടുകൊണ്ട് പൗലോസ് പറഞ്ഞു, ക്രിസ്തുവിൽ മരിക്കുന്നവർ മുമ്പേ ഉയർത്തെഴുന്നേൽക്കും. തുടങ്ങിയത് ക്രിസ്തുവിലാണെങ്കിൽ അവസാനിക്കുന്നത് ക്രിസ്തുവിലാണ്. ഒരു നിമിഷം കണ്ടുകൊണ്ട് വച്ചാട്ടെ. ഞാൻ എൻ്റെ വാക്കിനോട് അവസാനത്തോട് കുറിക്കാൻ പോവുകയാണ്. യേശു പറഞ്ഞു, എന്നിൽ വസിച്ചാൽ നിങ്ങൾ വളരെ ഫലം കായ്ക്കും. ക്രിസ്തു കേന്ദ്രീകൃത ജീവിതത്തിന്റെ ആരംഭം ക്രിസ്തു നമ്മിലും നാം ക്രിസ്തുവിലുമാണ്. ഇന്ന് രാത്രി എത്ര പേർക്ക് ഉറപ്പുണ്ട്, എൻ്റെ യേശുവിലും ഞാൻ എൻ്റെ യേശുവിലാണ്? ഒരു നിമിഷം പ്രാർത്ഥിച്ചാട്ടെ. ഹല്ലേലൂയ. പ്രിയരെ, നമ്മുടെ ജീവിതത്തിൽ ലഭിക്കപ്പെടുന്ന ഒരു അവസാന നിമിഷമാകാം ഇത്. എൻ്റെ ജീവിതത്തിന്റെ അവസാന പ്രസംഗമാകാം ഇത്. ഒരു നിമിഷം ആ കണ്ണുകളുടെ ചിലരാത്രി തീരുമാനത്തിലേക്ക് കടന്നു വരുമോ, എനിക്ക് യേശുവിനെ മാത്രം മതി, എൻ്റെ യേശുമായിട്ടുള്ള ബന്ധം എനിക്ക് മതി, എൻ്റെ യേശുമായിട്ടുള്ള ജീവിതം എനിക്ക് മതി. ആ ഉറപ്പുള്ള ദൈവമക്കൾ എല്ലാവരും സ്വതന്ത്രം ചെയ്തേ, എല്ലാവരും സ്വതന്ത്രം ചെയ്തേ. നമ്മുടെ യോഗം അവസാനിപ്പിക്കാൻ പോവുകയാണ്. ആത്മാവിൽ സ്വതന്ത്രം ചെയ്താട്ടെ. നമ്മുടെ തീമ ദൈവത്തിന്റെ ആത്മാവിന്റെ ദൈവത്തെ ലഭിക്കപ്പെട്ടതാണ്. ക്രിസ്തുവില്ലാത്തവനായി തീരാനല്ല, ക്രിസ്തുവില്ലാത്തവനായി തീരാനല്ല. ക്രിസ്തു കേന്ദ്രീകൃത ജീവിതത്തിന്റെ അനുഭവങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് ഒരു നല്ല സമാപനത്തിലേക്ക് ദൈവം നമ്മെ നയിക്കേണ്ടതിനായി നമുക്ക് സ്തോത്രം ചെയ്യാം. അതിനായി ഈ സന്ദേശം നിങ്ങൾക്ക് ഏവർക്കും ഉപകാരമായി പ്രദമായി വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടും ഈ ശുശ്രൂഷത്തിൽ അവസരം ഒരുക്കുന്ന ഇതിന്റെ എല്ലാ ഭാരവാഹികളോടും കൃതജ്ഞത രേഖപ്പെടുത്തിക്കൊണ്ടും ഞാൻ വാക്കുകൾക്ക് ഇന്ന് രാത്രി അവസാനത്തിൽ കുറിക്കുന്നു. ഈ സന്ദേശത്താൽ ദൈവം നമ്മെ അനുഗ്രഹിക്കുന്നു.